തൃശൂർ പൂരം കലക്കലിൽ അന്നത്തെ ജില്ലാ കളക്ടറെ ഒന്നാം പ്രതിയാക്കണമെന്ന് സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുന്നതിൽ യോജിപ്പില്ലെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വത്തെ ഇതിനകത്ത് പ്രതി ചേർക്കുന്ന രീതിയിലുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സഹായകമായ നിലപാടുകൾ ഈ ദേവസ്വത്തിൽ ചില ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ കലക്ടറാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളി ആണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആള് അന്നത്തെ ജില്ലാ കലക്ടറാണ്. പൂരം കലങ്ങിയത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമെന്ന് തിരുവമ്പാടി ദേവസ്വം കുറ്റപ്പെടുത്തി. പോലീസ് ഈ കഴിഞ്ഞ 2024 എന്താ പറയുക തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ തെറ്റായ ഒരു പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കരിവാരി തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതിൽ എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തൃശ്ശൂർ പൂരം ഞങ്ങൾ ഭംഗിയായി നടക്കും. പൂരം കലക്കലിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ പൂരം കലങ്ങി എന്നതിലൊഴികെ ബാക്കിയൊരു കാര്യത്തിലും ഒരു യോജിപ്പില്ല ആരും തമ്മിൽ. ഇപ്പോൾ ജില്ലാ കളക്ടറെ പ്രതി ചേർക്കണമെന്ന് വി എസ് സുനിൽകുമാർ പറയുന്നു. അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തിരുവമ്പാടി ദേവസ്വത്തെ ഒട്ടാകെ പറയേണ്ട കാര്യമില്ല. ദേവസ്വം പറയുന്നു അത് പോലീസിന്റെ കയ്യിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ശരിക്കും എവിടെയാണ് പ്രശ്നം? ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ക്രിസ്റ്റീന, ഒരു തർക്കവുമില്ല. പൂരം കലങ്ങി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ആദ്യഘട്ടത്തിൽ സർക്കാരിന് മാത്രമായിരുന്നു. പൂരം കലങ്ങിയിട്ടൊന്നുമില്ല. അത് ചില സമയക്രമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ വന്നിട്ടേ ഉള്ളൂ എന്ന് ആയിരുന്നു സർക്കാരിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ പൂരം കലങ്ങി എന്ന കാര്യത്തിൽ സർക്കാരിനും കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ തിരുവമ്പാടി ദേവസ്വമാണ് അതിന് ഉത്തരവാദികൾ. ആ പൂരം കലങ്ങലിന് അല്ലെങ്കിൽ പൂരങ്ങളുടെ ചടങ്ങുകൾ അലങ്കോലപ്പെട്ടതിന് കാരണം തിരുവമ്പാടി ദേവസ്വമാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിനോടാണ് അവിടുത്തെ CPI സ്ഥാനാർത്ഥി കൂടിയായിരുന്ന വി എസ് സുനിൽകുമാർ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുന്നതിൽ തനിക്ക് യോജിപ്പില്ല. പക്ഷേ ആ ദേവസ്വം ബോർഡിലെ ചില ആളുകൾ കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടൽ RSS, BJP, സുരേഷ് ഗോപി ആ ഒരു ടീമിന് വേണ്ടിയാണ് ആ ഒരു ഇടപെടൽ നടത്തിയതെന്ന് വി എസ് സുനിൽകുമാർ പറയുന്നുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തെ അല്ല പ്രതിയാക്കേണ്ടത്. ആ വിഷയത്തിൽ അന്നത്തെ കളക്ടറെ പ്രതിയാക്കണം. ജില്ലാ ഭരണകൂടമാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദികൾ. അതിൻ്റെ ഏകോപന ചുമതല സാധാരണഗതിയിൽ ജില്ലാ കളക്ടർക്കാണ് വരേണ്ടത്. ആ കളക്ടർ ആ സമയത്ത് പോലും അവിടേക്കൊന്ന് വരാൻ പോലും തയ്യാറായില്ല എന്ന് ഇന്നും സുനിൽകുമാർ പറയുന്നു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചർച്ചയ്ക്കില്ല, രാഷ്ട്രീയ വിവാദത്തിനില്ല എന്നും പറയുന്നു. റിപ്പോർട്ടല്ലേ പുറത്തു വന്നിട്ടുള്ളൂ, അത് മറ്റാരും കണ്ടിട്ടില്ലല്ലോ എന്നാണ് വി എസ് സുനിൽകുമാർ ചോദിക്കുന്നത്. അതിലിനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതുകൂടി കാണേണ്ടതുണ്ടെന്ന് പറയുന്നു. ഇത് കൂടാതെ തിരുവമ്പാടി പൂർണ്ണമായി കൈകഴുകുകയാണ്, തങ്ങൾക്കൊന്നും അറിയില്ല. ഈ റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കണം. ഇനി ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല. എന്തെങ്കിലും തരത്തിൽ ഇതിന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗം വന്നതിന് ശേഷം തങ്ങൾ പ്രതികരിക്കാമെന്നാണ് തിരുവമ്പാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.